എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. യെസ്, സിനിമയുടെ ഫസ്റ്റ് ലിറിക്കൽ വീഡിയോ വന്നിട്ടുണ്ട്. എന്തായാലും കണ്ടന്റ് വന്നല്ലോ. അതെ, വലിയ സന്തോഷം. ഇന്റർവ്യൂ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഇതുവരെ വന്നിട്ടില്ല. നാളെ വന്നോളൂ. നാളെ ആയിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും. റിലീസ് കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു വെറൈറ്റിക്ക്. അല്ല, ഇപ്പോൾ ഇൻഡസ്ട്രിയിലേ ഒരു സംഭവം മാറിയിട്ടുണ്ട്. അതായത് സിനിമയുടെ മുൻപ് കൂടുതൽ പ്രൊമോഷൻ ഒഴിവാക്കിയിട്ട് സിനിമയ്ക്ക് ശേഷം, സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം കൂടുതൽ ചെയ്യുന്നത്. അതാണ് ഇമ്പാക്ട്ഫുൾ എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു പരിപാടി പിടിക്കാൻ തന്നെയാണ് സാധ്യത. ആയിരിക്കും. ഓക്കെ, എന്തായാലും സിനിമ റിലീസിനെത്തുന്നത് 23-ാം തീയതി. യെസ്, ഇത്ര അല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് ലിറിക്കൽ വീഡിയോ കാണാം. ഓക്കെ, ആരായിരുന്നു മ്യൂസിക്? അല്ല പടച്ചോനെ, എന്താ ദർബുക ശിവ. യെസ്, ദർബുക ശിവയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. തിരുമാലിയാണ് പാടുന്നത്. യെസ്, നോക്കാം. ഓക്കെ. ഈ രാത്രി നമ്മളിൽ ഉന്മാദം നിറയും, സിരകളിൽ ഒഴുകും ഒരു പുതിയ രസം. ഈ സമയവും കടന്നു പോകും അതിമധുരം, നുണയാൻ വരുന്നൊരു പുതിയ ദിനം. എന്നാൽ നമുക്കിനി ഒന്നിച്ചു പാടാം, മതിമറന്നൊന്ന് ഉല്ലസിച്ചാടാം. പാട്ടിന്റെ താളത്തിൽ ഈണത്തിൽ ഒന്നിച്ചൊന്നാടാം. കനവുകളേറെ മനസ്സത് കളിഞ്ഞാണിടാത്തൊരു കുതിരയെ പോലെ. നിലവുകളേറെ അടിപതറാതെ നാം ഒന്നായി മുന്നോട്ടു നീങ്ങേ. നിരനിരയായി വന്നണയും ഈ വാനര സംഘം. ഒരു ശങ്ക, അന്തമില്ലാത്ത ജീവിതം എന്തു സുഖം. മുട്ടി നിൽക്കാൻ ചുണയുണ്ടൽ വാടാ, ചട്ടക്കൂട് പൊളിച്ചിട്ട് വാടാ. എന്റെ പട്ടണത്തിൽ ഞാൻ തന്നെ ദാദാ. ജീവിതം എനിക്കൊരു വരം, ദിനം പ്രതി വളരുന്ന ഹരം. പറക്കനെ തുടിക്കുന്ന മനം, ഇനി തുടങ്ങട്ടെ പുതിയൊരു ദിനം. ജീവിതം എനിക്കൊരു വരം, ദിനം പ്രതി വളരുന്ന ഹരം. പറക്കനെ തുടിക്കുന്ന മനം, ഇനി തുടങ്ങട്ടെ പുതിയൊരു ദിനം. ഇതുമൊരു തീക്കളം, ഭൂമി കറങ്ങണ പമ്പരം, അതിൽ പകുതി ജീവിതം നൊമ്പരം. നഗരം വലയെറിയും കഥ പറയും. അടിപൊളി സാധനം. നൈസായിട്ടുണ്ട്. അടിപൊളി, കേട്ടിരിക്കാൻ തന്നെ രസമുണ്ട്. വൈബാണ്. ലിറിക്കും അടിപൊളി. നടി കൊള്ളാം. നായകനും കൊള്ളാം. ഷർട്ട് മടക്കിയിരിക്കുന്ന ഒരു സ്റ്റെപ്പാ. ശരി, നഗരം വലയെറിയും കഥ പറയും. സാക്ഷിയാകുനീ ജീവിതമൊരു സാഹസം, അതിൽ ചിരികളനവധി കള്ളവും. മുന്നിൽ ചോദ്യമൊരായിരം, അതിൽ തനിയെ തിരയണ ഉത്തരം. ശരത് ബിനു, ദർബുക ശിവ, തിരുമാലി, വിനായക ശശി, വിജയദാസ്, അടിപൊളി. എടാ, ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയിട്ടു ശരിക്ക്. അതായത് ഇങ്ങനെയുള്ളൊരു
ഒരു പാർട്ടി പരിപാടി അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേന്റെ ഒരു സംഭവം, എന്തോ ബർത്ത്ഡേ ഫംഗ്ഷൻ. അതിന്റെ ശരിക്കും സിനിമയിൽ വരുന്ന വീഡിയോ അതായിരിക്കും, ഫംഗ്ഷനും അതിന്റെ ഇടയ്ക്ക് ഡാൻസ് ഒക്കെ 2 സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട്. അതെ, വെറൈറ്റി സാധനം. പിന്നെ ഷോൾഡർ അല്ലേ. ശരിക്കും ഡൊമിനിക്കിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ളൊരു ചിത്രം ഉണ്ടല്ലോ, ആ ചിത്രത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ചിത്രമാണ് ഈ ഒരു സോങ്. ഇപ്പൊ പറഞ്ഞു ഇപ്പൊ മനസ്സിൽ വെച്ചിരിക്കുന്ന സംഭവത്തിന്റെ മേലെ തിരിച്ചാവുമെന്നാണ് ഒളിപ്പിച്ചു വെക്കുന്ന എന്തൊക്കെയുണ്ട് സംശയം അല്ലേ. അതൊരു സത്യമല്ലോ. മമ്മൂക്ക സിനിമകൾക്ക് എപ്പോഴും കിട്ടുന്ന സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. സിനിമ കണ്ടു കഴിയുമ്പോ ഇവര് ഇങ്ങനെ നല്ലായിരുന്നല്ലോ പറഞ്ഞ എന്താണ് തോന്നിപ്പോവാ. അതാണ്, അങ്ങനെയാണ് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. അതിന് പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും വിടാതെ, അതും പ്രത്യേകിച്ച് ഡൊമിനിക്കിന്റെ ഒന്നും വന്നിട്ടില്ല, ഒന്നുമില്ല. മറ്റു സിനിമകളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, വെറും ക്യാരക്ടർ പോസ്റ്ററുകൾ മാത്രം. അതെ. പിന്നെ ട്രെയിലറും ടീസറും വന്നു. ടീസർ വളരെ നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ട്രെയിലർ ഗംഭീരമായിരുന്നു. ടീസറിനെ അപേക്ഷിച്ച് വളരെ ഗംഭീരമായിരുന്നു. പിന്നെ കാണാൻ തോന്നുന്ന രീതിയിലൊരു ട്രെയിലറായിരുന്നു. ഇപ്പോൾ ശരിക്കും അതിനേക്കാളും മുകളിലാണ് ഈ സോങ് അതിനേക്കാളും അടിപൊളി, നല്ല രസമുള്ള വരികളും. അതെ, പാടിയിരിക്കുന്ന 2 പേരാട്ടോ, അതിന്റെ വ്യത്യാസം വരാനുണ്ട്. റാപ്പ് അല്ല, രണ്ടാമത്തെ അല്ലേ അത് നമ്മുടെ കളിക്കളം സോങ് ഒക്കെ അല്ലേ, അതിന്റെ അത് ആ സത്യം ആ ഒരു വൈബിലേക്ക് വരുന്നുണ്ട്. ഇതിന്റെ കണക്ഷൻ ആ ലിറിക്കിന്റെ ആണ് കേട്ടോ. നല്ല രസമായിട്ടാ ഓരോന്നും ജീവിതത്തെ കുറിച്ച് പറഞ്ഞു പോകുന്നതും മുന്നിൽ കാണുന്നവരെ കുറിച്ച് പറയുന്നതും ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അല്ല, ഇങ്ങനെ ഒരു ഇതില് ഇത്രയും വൈബുള്ളൊരു സോങ്, അപ്പൊ സംഭവം എന്തൊക്കെയുണ്ട്. അല്ല, അതുണ്ടാവേ. അപ്പം മൂപ്പരായുടെ ഭാഗമായിട്ട് വരുന്ന സാധനം അല്ലല്ലോ. മൂപ്പര് ഒരു ഫംഗ്ഷന് പോണു, അവിടെ വെച്ച് നടക്കുന്ന സംഭവങ്ങൾ, അവിടെ മൂപ്പര് ഡാൻസ് കളിക്കുന്നു, അത്രേ ഉള്ളൂ. ഡൊമിനിക് വേറെ രീതി. അതെ, ഡൊമിനിക്കിന്റെ സ്വഭാവങ്ങളും അതായത് ആള് ചെയ്യുന്ന കാര്യങ്ങളും വേറെ. പക്ഷെ അതൊക്കെ ഇതിന്റെ ഭാഗം തന്നെ ആയിരിക്കും, ഈ അന്വേഷണ ഭാഗമായിട്ട് എത്തുന്നത് തന്നെ ആയിരിക്കും അവിടെ. തീർച്ചയായിട്ടും. അപ്പൊ അതിനുശേഷം അതിലവിടെ ജാളിയാക്കുന്നൊക്കെ ആയിരിക്കും. അതെ അതെ, എന്തായാലും രണ്ടുപേരുണ്ട്. അതെ. അപ്പൊ എന്തായാലും അന്വേഷണത്തിന്റെ ഭാഗം തന്നെ ആയിരിക്കും. പൊളി. എന്താണെങ്കിലും സിനിമ 23-ന് എത്തുകയാണ്. അടിപൊളി ആവട്ടെ, നന്നാവട്ടെ. നമ്മൾ കേട്ടറിഞ്ഞപ്പോ നമുക്ക് കുറച്ചൊരു ഇത് കുറവുണ്ടായിരുന്നു സിനിമയോടുള്ള സമീപനം. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ വീണ്ടും കൂടി വരുവാണല്ലോ, അതാണ് ഇപ്പൊ എന്റെ സംശയം. അതായത് ടീച്ചർ നിരാശപ്പെടുത്തി, നമുക്ക് ടോട്ടലി ഒരു നിരാശ തന്നെയായിരുന്നു. പ്രതീക്ഷ താഴ്ത്തി വെച്ചു. പിന്നെ അതിനുശേഷം കണ്ടന്റുകളൊന്നും ശരിയായ രീതിയിൽ വരുന്നില്ല, താഴ്ത്തി വെച്ചു. പിന്നെ മൊത്തത്തില് ഇതിന് ഒരു ഹൈപ്പും ഇല്ല, ആർക്കും ഇത് കാണുന്നതല്ല. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ 9 മണിക്ക് കേരളത്തിൽ മൊത്തത്തിൽ ഷോ ഉണ്ട്, ഫസ്റ്റ് ഷോ. പക്ഷെ നമ്മുടെ നാട്ടിൽ 11 മണിക്ക് തന്നെ തുടങ്ങുന്നുള്ളതാണ്. നിങ്ങളൊന്ന് പുനർചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും ഇല്ല. അത് കാരണം അത് സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഷോയുടെ എണ്ണം കൂടും, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ സിനിമയ്ക്ക് അല്ലാണ്ട് വേറെ ഹൈപ്പൊന്നും ഇല്ല, ഒരു പ്രൊമോഷനോ സംഭവങ്ങളോ ഒന്നും നടന്നിട്ടില്ല. അതെ, അതിന് അവിടുന്ന് പറഞ്ഞതാണ്. അത് ഫാൻസിന് പോലും വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല. ഫാൻസൊക്കെ അത്ര ഒരു തണുത്ത മട്ടാണ്. പിന്നെന്തിനാണ് ഷോ വെച്ചിട്ടെന്നാ ചോദിച്ചത്. പക്ഷെ പറയാൻ പറ്റൂല കേട്ടോ, ഒരു ഞെട്ടലിനുള്ള വകയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ വന്നതാണ്, ഒന്ന് ഞെട്ടിച്ചാണ് കണ്ണൂർ സ്കോഡ്. ഇതേപോലെ ആയിരുന്നു. പിന്നെ ഇതേപോലെ ശരിക്കും കാതലേ, അതായത് OTT-യിലേക്ക് കൊടുത്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ ചർച്ച നമ്മൾ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ OTT-യിൽ ഇറക്കുന്നതാണ് കാതൽ നല്ലതെന്ന്. കാരണം അതിന്റെ കണ്ടന്റ് വൈസ് നമുക്ക് അതിന്റെ കണ്ടന്റ് മാത്രം അറിയാമായിരുന്നു. കണ്ടന്റ് വൈസ് അതാണ് ബെറ്റർ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്, സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഒരു രക്ഷയില്ലാത്ത നമ്മളിങ്ങനെ ഓരോ അഭിപ്രായം പറഞ്ഞ് കണ്ടന്റ്, അതായത് വീഡിയോ ഇടുമ്പോൾ അതിന് താഴെ ചിലർ പറയാറുണ്ട് ഇത് ഗൗതം മേനോനാണ്, ഗൗതം മേനോൻ അത്ര മോശം. അല്ല, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു സംശയത്തിലേക്ക് എത്തുന്നു. അതെ അതെ, ഒരു വൈബ് കിട്ടിയാൽ മതി. അതാണ് ഒരു സിനിമ കാണാൻ തുടങ്ങുമ്പോൾ അതിന്റെ ഒരു സുഖത്തിനങ്ങനെ ഇരുന്ന് പോയാൽ അത് സെറ്റാണ്. എന്താണെങ്കിലും കാത്തിരിക്കാം, വരട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.